ക്ഷേത്രോത്സവങ്ങളിൽ ബൗൺസർമാർ ഇറക്കുന്നത് സ്ഥിരമാക്കാനുള്ള നീക്കവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയമിച്ചതിനെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിൽ ആചാരലംഘനമടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭക്തർ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ബൗൺസർമാരെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സിനിമാ താരങ്ങളടക്കം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റികളടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ആൾക്കാരാണ് ഈ ബൗൺസർമാർ. അവരുടെ രൂപവും ഭാവവും എന്താണെന്ന് കേരളത്തിൽ ഇപ്പോൾ പരിചിതവുമാണ്. അവരെ ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ക്ഷേത്ര ഉത്സവത്തിൻ്റെയും ആചാരത്തിൻ്റെയും ആ മഹത്വവും അതിൻ്റെ ആ ഒരു പെരുമയും ഗരിമയും കളങ്കപ്പെടുത്താനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഭക്തർ ഹൈക്കോടതിയെ സമീപിക്കാനടക്കം ഒരുങ്ങുകയുമാണല്ലേ? കെ പി പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ചടങ്ങുകളിൽ ബൗൺസർമാരെ നിയമിക്കുന്നത് വലിയ പ്രതിഷേധത്തിന്, പ്രത്യേകിച്ച് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ബൗൺസർമാർ 4-5 ദിവസത്തോളം എഴുന്നള്ളിപ്പിന് മുന്നിൽ നിന്ന് ഭക്തരെ തള്ളിമാറ്റിക്കൊണ്ടും കായികമായി നേരിട്ടുകൊണ്ടും എല്ലാം തന്നെ മുന്നോട്ട് പോയത് ബൗൺസർമാരായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ അങ്ങനെ കനത്ത് നിൽക്കുന്ന ഒരു ഘട്ടം തന്നെയായിരുന്നു. അതേ സാഹചര്യത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടുതൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളിൽ ബൗൺസർമാരെ നിയമിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. എങ്ങനെയാണോ പൂർണ്ണത്രയീശ ക്ഷേത്രോത്സവത്തിൽ ബൗൺസർമാർ ഭക്തരെ കൈകാര്യം ചെയ്തത്, അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മറ്റ് ക്ഷേത്ര ഉത്സവ തിരക്കുകളും നിയന്ത്രിക്കുക, പോലീസിനെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ദേവസ്വം ബോർഡുകൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിനെതിരെയാണ് പ്രതിഷേധം കൂടുതൽ കനക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എല്ലാ ആചാരങ്ങളും ലംഘിച്ചുകൊണ്ട് ബൗൺസർമാരെ ഇതിൽ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അടക്കം സമീപിച്ചുകൊണ്ട് നിയമ നടപടികൾക്ക് കൂടി ഒരുങ്ങുകയാണ് ഭക്തർ. കാരണം ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടി തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലയിൽ സിനിമാ താരങ്ങളെല്ലാം മുന്നിൽ നടന്നു പോകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ് ബൗൺസർമാരെ നിർത്താറുള്ളത്. കടന്നുവരുന്ന ആരാധകരെ ബലം പ്രയോഗിച്ചടക്കം തള്ളിമാറ്റിക്കൊണ്ട് നീങ്ങുന്ന ബൗൺസർമാരെ നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട്. അതേ രീതിയിൽ എങ്ങനെയാണ് ഭഗവാനെ തൊഴുന്നതിന് വേണ്ടി തിടമ്പിന് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഭക്തരെ, ആയിരക്കണക്കിന് ഭക്തരെ കായികമായി നേരിട്ടും തള്ളി മാറ്റിയും തള്ളി മറച്ചിട്ടുമെല്ലാം മുന്നോട്ട് പോകുന്ന ബൗൺസർമാരെ നിയമിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവരുടെ വസ്ത്രധാരണത്തിലടക്കം ഈ ഒരു ആചാര ലംഘനം കാണാൻ കഴിയും. ടീഷർട്ട് ധരിച്ചുകൊണ്ട് ആരോഗ്യ പ്രദർശനം, ശരീര പ്രദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ, ആ ടീഷർട്ടുകളുടെ പുറകിൽ തന്നെയുണ്ട് ബൗൺസർമാർ എന്ന് എഴുതിയ ലെറ്ററുകൾ. അങ്ങനെ ആ ബൗൺസർമാർ ക്ഷേത്രത്തിന് അകത്താണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോഴെല്ലാം തന്നെ ഈ ഒരു വസ്ത്രധാരണ രീതിയോടുകൂടി ബൗൺസർമാർ മുന്നിൽ നയിക്കുന്നു. പലപ്പോഴും ഒരു ക്ഷേത്രാന്തരീക്ഷത്തിന്, അതിന്റെ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഒരിക്കലും യോജിക്കാത്ത സാന്നിധ്യങ്ങളാണ് ഈ ബൗൺസർമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് ബൗൺസർമാരെ നിയമിച്ചു എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് അധികൃതർ നൽകുന്നത്? മതിയായ പോലീസുകാരുണ്ടായിരുന്നില്ല, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ന്യായീകരണമാണോ നൽകുന്നത്? എങ്കിൽ അവിടെ നമുക്കറിയാം, ക്ഷേത്രോത്സവങ്ങളിൽ ക്ഷേത്ര സംഘാടക സമിതി ഉണ്ടാകാറുണ്ട്. ആ സംഘാടക സമിതിക്ക് കൃത്യമായി ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയും. കാരണം ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർ ഭഗവാനെ തൊഴാൻ വേണ്ടി വരുന്നതാണ്, ദേവീദേവന്മാരെ വണങ്ങാൻ വേണ്ടി വരുന്നവരാണ്. അവർ അത്തരത്തിലുള്ള അച്ചടക്കം പാലിക്കുന്നവരാണ്. അവരെ ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ ബൗൺസർമാരുടെ ആവശ്യമില്ല. എന്നിട്ട് പോലും ഈ ബൗൺസർമാരെ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്കടക്കം നിയോഗിക്കാനുള്ള ഒരു തിരക്കിട്ട നീക്കം തന്നെയാണ് ബന്ധപ്പെട്ടവർ നടത്തുന്നത്. കെ പി, ഈ ഒരു വിവാദ തീരുമാനം നടപ്പിലാക്കി എന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ധാർഷ്ട്യം നിറഞ്ഞ തീരുമാനത്തിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് നീങ്ങുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മറ്റ് ക്ഷേത്രോത്സവങ്ങളിലും ബൗൺസർമാരെ നിയമിക്കാമെന്ന ഒരു നിലപാടിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് മാറുന്നു. സ്വാഭാവികമായും മറ്റ് ദേവസ്വം ബോർഡുകൾ കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചുകൂടായികയില്ല. കാരണം ഭക്തർ വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയർത്തുമ്പോൾ അതിനെ മാനിക്കാതെയുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം.
തൃപ്പൂണിത്തുറ പൂർണ്ണത്രീശ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിലടക്കം ഇവിടെ ബൗൺസർമാരെയായിരുന്നു നിയോഗിച്ചിരുന്നത്. ബൗൺസർമാരായിരുന്നു മുന്നിൽ നിന്ന് ഭക്തരെ തള്ളി മാറ്റിക്കൊണ്ട് കായികമായി നേരിട്ടുകൊണ്ടെല്ലാം തന്നെ അവിടെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. അതാണ് ഭക്തർ പ്രധാനമായും ചോദ്യം ചെയ്തത്. കാരണം ഭക്തരെ നിയന്ത്രിക്കാൻ ഭക്തജന സംഘടനകളുണ്ട്, സന്നദ്ധ പ്രവർത്തകരായ ആളുകളുണ്ട്, നിരവധി ക്ഷേത്ര സംഘടനകളുണ്ട്. അവിടെ നിന്നെല്ലാം ആളുകളെ കൃത്യമായി നിയമിക്കാമെന്നും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദങ്ങൾക്കും ഇട നൽകാത്ത വിധം ഭക്തരെ ബുദ്ധിമുട്ടിക്കാത്ത വിധം തിരക്ക് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമെന്നിരിക്കെ എന്തിനാണ് പുറത്തുനിന്ന് പണം കൊടുത്ത് ഇത്തരത്തിൽ ബൗൺസർമാരെ കൊണ്ടുവരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. തടിമിടുക്ക് കാണിച്ചുകൊണ്ട് ഈ ആളുകളെ നേരിടാനാണ് എങ്കിൽ അത് ഭക്തരോട് വേണ്ട എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള സംഘടനകൾ നൽകിയിട്ടുണ്ട്. ഗുണ്ടായുസം കാണിച്ചല്ല ഭക്തരെ നിയന്ത്രിക്കേണ്ടത്, മറിച്ച് അവരോട് തിരക്ക് അനിയന്ത്രിതമാകുന്ന ഘട്ടത്തിൽ അത് ഭക്തജന സംഘടനകൾ തന്നെ വേണ്ട രീതിയിൽ കൃത്യമായി തന്നെ നിർവഹിക്കും എന്നിരിക്കെ വീണ്ടും ആവർത്തിച്ച് ഈ തരത്തിൽ ബൗൺസർമാരെ കൊണ്ടുവരുന്നത് തന്നെയാണ് ദുരൂഹത ഉണ്ടാക്കുന്നത്. അതിനവർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മതിയായ പോലീസിൻ്റെ സംരക്ഷണം ലഭിച്ചിട്ടില്ല, മതിയായ പോലീസിനെ ലഭിച്ചില്ല എന്നാണ്. എന്നാൽ കൃത്യമായി ഭക്തജന സംഘടനകൾ ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസിനെ സമീപിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. പോലീസിനെ ലഭിച്ചില്ല എന്നതല്ല. കാരണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നൽകണമെങ്കിൽ കൃത്യമായ പണം അവിടെ അടച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. മറിച്ച് ഏതാനും ബൗൺസർമാരെ മാത്രം നിയമിച്ചുകൊണ്ട് ഒരു കരാർ സ്വകാര്യ ഇത്തരത്തിൽ ആളുകളെ നിയമിക്കുന്ന മാൻപവർ നൽകുന്ന ഏജൻസികളുമായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും വലിയ ഒരു അഴിമതിക്കുള്ള ക്രമക്കേടിനുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ബൗൺസർമാരെ നിയമിച്ചു കൊണ്ടുപോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനാണ് എന്നൊരു ആരോപണം കൂടി ഭക്തജന സംഘടനകൾ ഉയർത്തുകയും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി മുന്നോട്ട് വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. എന്നാൽ വലിയ ഒരു വിവാദം തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇനിയുള്ള ക്ഷേത്രോത്സവങ്ങളിലും ബൗൺസർമാരെ നിയമിക്കുകയാണെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം ഭക്തജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ ഹർജി നൽകിക്കൊണ്ട് ഇതിനെതിരായ തുടർ നീക്കങ്ങൾ അവർ ശക്തമാക്കിയിട്ടുമുണ്ട്. ക്ഷേത്രോത്സവങ്ങൾ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാർ, വളരെ വിചിത്രമായ തീരുമാനം, നിലപാടുകൾ തന്നെയാണ് ഇടതുപക്ഷ സർക്കാരും ദേവസ്വം ബോർഡുകളും സ്വീകരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞത്. നിയമപരമായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കെതിരെ പ്രതിഷേധം തീർക്കും, അത്തരത്തിൽ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഭക്തരും ഭക്തജന സംഘടനകളും അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.